CR നീലകണ്ഠൻ, ഇപ്പോൾ ഇതിൽ ആർക്കാണ് ഉത്തരവാദിത്തം എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഒടുവിൽ ഉയരുന്നത്. ആളുകൾ ബുദ്ധിമുട്ടുകയാണ്, വലിയ രീതിയിൽ ആശങ്ക നിലനിൽക്കുകയാണ്. ഇപ്പോൾ പ്രദേശവാസികൾക്ക് മാത്രമല്ലല്ലോ, ദേശീയപാതയിലൂടെ പോകുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിലുള്ള ഉത്തരവാദിത്തം? ഞാൻ ഈ ഉത്തരവാദിത്വം എന്നുള്ളത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്കോ ഒരു ഗവൺമെൻറ്റിനോ അടിസ്ഥാനപരമായി കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. കാരണം NHA ആണ് ഇതിൻ്റെ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്, DPR ഉണ്ടാക്കുന്നത്, പാരിസ്ഥിതിക സാമൂഹ്യ ആഘാത പഠനങ്ങൾ നടത്തണമെങ്കിൽ അത് നടത്തുന്നത്. അത് നടത്തിയിട്ടില്ല. നടത്തേണ്ടത് മറ്റ് ഇതിൻ്റെ വയബിലിറ്റി നടത്തേണ്ടതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റാണ്, NHA ആണ്. അവർ നടത്തിയിട്ടില്ല. ഇത് നടത്തിയിട്ടില്ല എന്നുള്ളത് ആദ്യം മുതലേ എനിക്കറിയാം. നേരത്തെ നവാസ് പറഞ്ഞ പോലെ 2005 മുതൽ ദേശീയപാത സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് രൂപീകരിച്ച് ദേശീയപാത സംരക്ഷണ സമിതി രൂപീകരിച്ച് ഇതിൽ ഇരകളും പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും അടക്കം ഇടപെട്ടിട്ടുള്ളതാണ്. നിരവധി സമരങ്ങൾ, നിരവധി. അതിലൊന്ന് കോമ്പൻസേഷനാണ്. പക്ഷേ കോമ്പൻസേഷനേക്കാൾ പ്രധാനമായി നമ്മൾ ഉന്നയിച്ചത് മറ്റൊന്ന് ടോളാണ്. അതിനേക്കാളും പ്രധാനമായി ടോള് നമുക്കറിയാം. പാലിയക്കരയിൽ DYFI സമരത്തിന് വന്നു. അത് നമുക്കറിയാം. അതിപ്പോൾ ഇപ്പോൾ ടോൾ എവിടെ വന്നാലും സമരത്തിന് വരും, പക്ഷേ ടോൾ അവർ ഏർപ്പെടുത്തും. മൂന്നാമത്തെ വിഷയം, അതൊരു നവലിബറൽ നയം സ്വീകരിച്ചതിൻ്റെ ഫലമാണ്. മൂന്നാമത്തെ വിഷയം, കേരളത്തിന് യോജിച്ചതാണോ ഈ നിർമ്മാണ രീതി എന്നതാണ്. നേരത്തെ നവാസ് പറഞ്ഞു, 20 അടി ഉയരത്തിൽ കേരളത്തിൽ തെക്ക് വടക്ക് ഇങ്ങനൊരു പാതയുണ്ടാക്കിയാൽ അതുണ്ടാക്കുന്ന സാമൂഹ്യ സാമ്പത്തിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഒന്ന് സാമൂഹ്യ പ്രശ്നങ്ങൾ തന്നെ എടുക്കാം. ഇപ്പം ഇത്രയും ഗംഭീരമാണ് ദേശീയപാത എന്ന് പറഞ്ഞില്ലേ. കേരളത്തിൽ 70% വാഹനങ്ങളും 2 വീലറും 3 വീലറുമാണ് എന്ന് എണ്ണത്തിൽ കണക്ക് പറയുന്നു. ഇതിനൊന്നും ഈ പാതയിലൂടെ കയറാൻ പറ്റില്ല. അവർ സർവീസ് റോഡിൽ കൂടി പോകണം. തീർന്നില്ല. സർവീസ് റോഡ് ഉപയോഗിക്കുന്ന തൊട്ടടുത്തും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുന്ന ആളുകൾ ഇറങ്ങിപ്പോകണം. അത് കാറായാലും പോകണം, ലോറി ആയാലും പോകണം. ഇനി ലോക്കൽ ബസ്സുകൾക്ക് സർവീസ് റോഡിൽ കൂടെ പോകണം. കാരണം അവർക്ക് ഈ പാതയിൽ കൂടി പോയിട്ട് ഒരു കാര്യമില്ല. അവർക്ക് ആളെ ഇറക്കാനും മേടിക്കാനും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 70% 80% വാഹനങ്ങളും ഇനിയും പോകാൻ പോകുന്നത് ഈ ഹൈവേയുടെ മീതെ കൂടിയല്ല, സർവീസ് റോഡിൽ കൂടിയാണ്. ആ സർവീസ് റോഡിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് ഏറ്റവും പണി തീർന്ന, ഇപ്പോൾ എടപ്പള്ളി മണ്ണുത്തിയാണല്ലോ മോഡൽ റോഡ്. ഒരു പ്രശ്നമില്ലാതെ ഭൂമി ഏറ്റെടുത്തതിലാണല്ലോ എടപ്പള്ളി മണ്ണുത്തി. ഇപ്പം എന്താ എടപ്പള്ളി മണ്ണുത്തിയുടെ സ്ഥിതി എന്നറിയോ? സ്മൃതി ഒന്ന് സഞ്ചരിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് സഞ്ചരിച്ചാൽ എടപ്പള്ളിയിൽ നിന്ന് ആമ്പല്ലൂർ എത്താൻ, വേണ്ട അങ്കമാലിയിൽ നിന്ന് ആമ്പല്ലൂർ എത്താൻ 2 മണിക്കൂർ എടുക്കും. മുഴുവൻ പണിയാണ്. എത്ര കൊല്ലമായി എന്നറിയോ? 14 വർഷമായി ആ ഹൈവേ കമ്മീഷൻ ചെയ്ത് ടോൾ പിരിച്ചു തുടങ്ങിയിട്ട്. അവിടെ ടോൾ ബൂത്തിലെ തിരക്ക് ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഹൈക്കോടതി ഇടപെടുന്നു, ഒക്കെ ഇടപെടുന്നു. ഇനി മൂന്നാമത്തെ വിഷയം, ഈ സർവീസ് റോഡിലൂടെ പോകുന്ന ആളുടെ മേലേക്ക് ആദ്യത്തെ മഴ പെയ്താൽ ഈ വെള്ളം മുഴുവൻ ഷവർ പോലെ താഴേക്ക് വീഴും. അത് ഈ ഉയരപ്പാതയുടെ എല്ലാ സ്ഥലത്തും. ഒരു ടെക്നിക്കൽ സൊല്യൂഷനും അതിനില്ല. നാലാമത്തെ വിഷയം ഇതിൻ്റെ പാരിസ്ഥിതികമാണ്. പാരിസ്ഥിതിക വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളുടെ പോലെയല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്തിട്ടുണ്ടാവാം, മറ്റ് സംസ്ഥാനങ്ങളുടെ പോലെയല്ല. എന്തുകൊണ്ടാണ് മേധാ പട്കർ അന്ന് പറഞ്ഞത്? അത് വളരെ കൃത്യമാണ്. എന്താണെന്നറിയോ? 2018 സജീഷിനറിയാം, കേരള ഗവൺമെൻറ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടുണ്ട്, PDNA, 2018 പ്രളയത്തിന് ശേഷം. ആ റിപ്പോർട്ടിൽ, PDNA റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാന കാര്യം, ഏറ്റവും അത് വേൾഡ് ബാങ്കും ADB-യും UN-ഉം കേരള ഗവൺമെൻറ്റും ചേർന്ന് നടത്തിയ പഠനമാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിൽ അന്നത്തെ പ്രളയത്തിന് ശേഷമുള്ള പഠനമാണ്. കേരളത്തിലെ കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് മുഴുവൻ. അതിവർഷം ഏത് നിമിഷവും ഏത് സമയവും ഉണ്ടാവാം. ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ പാടില്ല. അതുകൊണ്ടാണ് എലിവേറ്റഡ് ഹൈവേ എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് അത് തടസ്സപ്പെട്ടില്ല, താഴേക്ക് പോകും. താഴെയുള്ള യാത്രക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. നമ്മുടെ മെട്രോ പണിതുപോലെ അതിനടിയിൽ കൂടി ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ പോവാം. അവിടെ മറ്റ് പാർക്കിംഗ് ഏരിയ, മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ അത് ചെയ്യാതിരുന്നതെന്നറിയോ? അതിലൊരു ചതിയുണ്ട്. എന്താ ചതി? അവിടെയാണ് എനിക്ക് ഇടതുപക്ഷം ഗവൺമെൻറ് അതിൽ ഇടപെടേണ്ടിയിരുന്നത്. എന്താ കാര്യം? ആ ചതി എന്ന് പറയുന്നത്, ടോൾ കൊടുക്കേണ്ടി വരില്ലേ താഴെ കൂടി പോകുന്നത്? മോളിൽ പോകുന്നതിനെ ടോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ താഴെ കൂടി പോകുന്ന ടോൾ കൊടുക്കാതെ പോകും. അത് പറ്റില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്ന കാലത്ത് ചോദിച്ചു, 5 രൂപയുടെ ചായ കിട്ടുന്ന കട അടച്ചിട്ട് 50 രൂപയുടെ ചായക്കട മാത്രം തുറന്നു വെച്ചാൽ എങ്ങനെയാണ് ശരിയാവുക? 50 രൂപയ്ക്ക് ചായ കിട്ടുന്ന കട മാത്രം. 5 രൂപയുടെ കടയുണ്ട്, 50 രൂപയുടെ കടയുണ്ട്. മോളിക്കട പോകണം, മോളിക്കട പോക്കോട്ടെ, താഴെക്കട പോകണം, താഴെക്കട പോക്കോട്ടെ. ഈ ഉയരപ്പാതയാണെ നടക്കില്ല. ഇനി ഇതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നം പറഞ്ഞാൽ ഈ കിഴക്കൊന്ന് പടിഞ്ഞാട്ട് വെള്ളം ഒഴുകുന്നതിൻ്റെ പ്രശ്നം. മൂന്നാമത് മണ്ണ്. എത്ര ഇടനാടൻ കുന്നുകളാണ് ഇടിച്ചത്. ഇപ്പോൾ കീഴാറ്റൂരിനെ കുറിച്ച് പറഞ്ഞു. കീഴാറ്റൂർ വരാനിരിക്കുന്നതേ ഉള്ളൂ. കീഴാറ്റൂരിൻ്റെ സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, കൂരിയാടും അതുപോലെ പല സ്ഥലങ്ങളിലും. ഇന്നലെ ഈ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത കുറേ സ്ഥലങ്ങളുണ്ട്.
കേരളത്തിൻ്റെ വടക്കൻ കേരളത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് മിക്കവാറും സർവീസ് റോഡുകളൊക്കെ മുങ്ങി ഒറ്റ മഴയ്ക്ക്. സർവീസ് റോഡുകളൊക്കെ മുങ്ങി. ബോട്ട് പോണ പോലെയാണ് സർവീസ് റോഡ്. അവിടെ അതേ ഉള്ളൂ റോഡ്, അതിൽ വണ്ടി പോണത്. ഇത് കേരളമല്ലേ? ഇതറിയേണ്ടത് ആരാണ്? ഇത് ചൂണ്ടിക്കാണിച്ച ആളുകൾ വികസന വിരുദ്ധരാണ്, ഇത് മുടക്കാൻ നടക്കുന്നവരാണ് എന്നാണോ പറയേണ്ടത്? എലിവേറ്റഡ് ഹൈവേ വേണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില സ്ഥലത്ത് എലിവേറ്റഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ കോട്ടയ്ക്കലെ കാര്യം പറഞ്ഞു, ഇവിടെ തുറവൂർ അരൂര് എലിവേറ്റഡ് ഹൈവേയാണ്. പണി നടക്കുന്നത് വളരെ സ്ലോ ആണ്, അത് വേറെ പ്രശ്നം. അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. എലിവേറ്റഡ് ഹൈവേയാണ്. എലിവേറ്റഡ് ഹൈവേ ചെയ്യാമായിരുന്നല്ലോ. എൻ്റെ എലിവേറ്റഡ് ഹൈവേ കേരളത്തിൽ പ്രത്യേകിച്ചും തണ്ണീർത്തടം, നെൽവയൽ സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റിയില്ല? എന്തുകൊണ്ട് ഇടിഞ്ഞു പോകുന്ന സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റിയില്ല? അവിടെയാണ് പ്രശ്നം. ഈ ചോദ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വികസന വിരുദ്ധതയും മറ്റ് പ്രശ്നങ്ങളുമായി കണ്ടു. മൂന്നാമത് ഇതിൻ്റെ ടോളുമായി ബന്ധപ്പെട്ട പ്രശ്നം വരാനിരിക്കുന്നുള്ളൂ. കാസർഗോഡ് മുതൽ ഇപ്പോൾ വാളയാർ മുതൽ കൊച്ചിയിലേക്ക് ഒരു വണ്ടി എത്തിയാൽ എത്ര രൂപ ടോൾ കൊടുക്കണം? ഞാൻ കൃത്യമായി പറയുന്നു, ഡീസൽ ചാർജിനൊപ്പമുള്ള തുക ടോൾ കൊടുക്കണം. ഡീസൽ എത്ര ലോറിക്ക് ചിലവാകുന്നുവോ ആ ഡീസൽ ചാർജ് ഇരട്ടിയായ ഫലമാണ് ടോൾ വന്നപ്പോഴുണ്ടായത്. അതാണ് പ്രശ്നം. അപ്പോൾ ടോൾ ഇതിൻ്റെ മീതെ കൂട്ടുന്നു. ഇതിൻ്റെ എല്ലാം അടക്കം ഇപ്പോൾ ടോൾ വേണമെങ്കിൽ പറയാൻ കേന്ദ്ര ഗവൺമെൻറ് നയമാണ്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് നിലപാട് എന്താ? ഇവിടെ ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു നവലിബറൽ നയം അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ പ്രശ്നം പറഞ്ഞു. 2014 നിയമം ഇല്ലായിരുന്നെങ്കിൽ ഇത് കിട്ടില്ല. നമ്മൾ സുപ്രീം കോടതി പോയതാ. സമരസമിതി സുപ്രീം കോടതി പോയി. എന്തിനാ? 2013-14 നിയമം ഇതിന് നടപ്പാക്കി കിട്ടണമെന്ന് പറയാൻ. അങ്ങനെ പോയിട്ട് തന്നെയാണ് ഇത് നടപ്പായത്. അത്യാവശ്യം അവർക്ക് പണമെങ്കിലും കിട്ടിയത്. പക്ഷെ ഇപ്പോഴും തീർന്നില്ല. ഇത് ഇടിച്ച കുന്നുകൾ, ഇത് മുടക്കിയ റെയിൽ പാതകൾ, ഇനി ആളുകളുടെ നിത്യജീവിത യാത്ര, ഇതുപോലെ സാമ്പത്തികം, ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചവരൊക്കെ അത് കീഴാറ്റൂരാണ്, വയൽക്കിളിയാണ്, എന്തൊക്കെ കളിയാക്കി. ഇപ്പോൾ അത് ഈ വയൽക്കിളി എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളുകൾ ഇപ്പോൾ കൂരിയാട്. ഇനി മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ ഇടപെടും. നല്ല കാര്യം, മുഖ്യമന്ത്രി ശേഷിയുള്ള ആളാണ്, അദ്ദേഹം ഇടപെടട്ടെ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ഇതിലേതെങ്കിലും നിർമ്മാണത്തിൽ തകരാറല്ലത്, അടിസ്ഥാനപരമായി ഡിസൈനിലെ തകരാറാണ്. ഇതിലെ റൂട്ട് നിശ്ചയിച്ചതിലെ തകരാറാണ്, അലൈൻമെൻറ്റിലെ തകരാറാണ്. അലൈൻമെൻറ്റിലെ തകരാറ് മാറ്റിയിട്ട് ഇനിയിപ്പോൾ പുതിയ പാത ഉണ്ടാക്കാൻ പറ്റുമോ? ഈ അലൈൻമെൻറ്റ് വെച്ച് പോയാൽ ഇത് വർക്കബിൾ അല്ല. അവിടെയാണ് പ്രശ്നം. മുകളിൽ മണ്ണിട്ട് 20 അടി ഉയരത്തിൽ മുകളിൽ മണ്ണിട്ടു. അപ്പോൾ ഇന്നലെ യൂണിവേഴ്സിറ്റിയുടെ അവിടെ പറഞ്ഞു, യൂണിവേഴ്സിറ്റിയുടെ അവിടെ റോഡ് താഴെ കൂടിയാണ് പോണേ. എന്താ സ്ഥിതി എന്നറിയോ? മഴ പെയ്തപ്പോൾ താഴെയുള്ള മെയിൻ റോഡ്, നമ്മൾ ഈ ടോൾ റോഡ് വെള്ളത്തിലാണ്. മുകളിൽ വെള്ളമില്ല, സർവീസ് റോഡ് രക്ഷപ്പെട്ടു. കാരണം വെള്ളം മുഴുവൻ താഴെയാണ്, വെള്ളം താഴേക്കാണല്ലോ ഒഴുകുക. അപ്പോൾ ഈ താഴെ കൂടി പോകുന്ന റോഡിലൂടെ വെള്ളം മുഴുവൻ ഒഴുകി ഹൈവേ ഒരുക്ക് വരും. മുകളിൽ കൂടി ആണെങ്കിൽ താഴെ സർവീസ് റോഡിലേക്ക് വെള്ളം വരും. ഇതൊക്കെ വികസന വിരുദ്ധതയാന്ന് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാവണ്ടേ? ആദ്യം ഒരു സമചിത്തതയോടെ കേരളത്തെ എന്താണെന്ന് പഠിക്കണം. കേരളത്തിലെ സാമൂഹ്യ ജീവിതം, പാരിസ്ഥിതിക ഘടന, ഭൂമിഘടന പഠിക്കണം, ഹൈഡ്രോളജി പഠിക്കണം. അത് പഠിച്ച് അതിനനുസരിച്ച് ചെയ്യണം. തമിഴ്നാട്ടിൽ ചെയ്തു, മഹാരാഷ്ട്രയിൽ ചെയ്തു, അല്ലെങ്കിൽ മധ്യപ്രദേശിൽ ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കേരളത്തിൽ ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ ഇത് വർക്കബിൾ അല്ല. കേരളത്തിലെ ആവാസ വ്യവസ്ഥ, ജനസംഖ്യ എന്താ? ഇപ്പോൾ മഹാരാഷ്ട്രയിലോ മറ്റിടത്തോ ഹൈവേയുടെ 2 വശത്തും ആളുകളില്ല. ഇവിടെ എന്താ സ്ഥിതി? ഹൈവേയുടെ 2 വശത്തും വീടുകൾ, 2 വശത്തും കടകൾ, സ്കൂള്, ആശുപത്രി, പള്ളി, അമ്പലം എല്ലാം അല്ലേ? ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അങ്ങനെയുള്ളൊരു സ്ഥലം, അങ്ങനൊരു അവസ്ഥ മഹാരാഷ്ട്രയിലില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, ഗോവയിലുണ്ട്. അതുകൊണ്ടാണ് ഗോവയിൽ 30 മീറ്ററിലാണ് ഹൈവേ. വേണമെങ്കിൽ സതീഷിന് പരിശോധിക്കാം. 30 മീറ്റർ വീതിയിലാണ് ഗോവയിൽ ഹൈവേ, ഇതേ ഹൈവേ ഗോവയിൽ പോണത്. എന്താ കാര്യം? ആവാസം, അവിടെ ജനങ്ങളുണ്ട്. ഇതേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഒരിക്കൽ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് 30 മീറ്ററിൽ 6 വരി പാത പണിയണമെന്ന പ്രപ്പോസലുമായി സർവകക്ഷി സംഘം അന്ന് മൻമോഹൻ സിംഗിനെയും അന്നത്തെ മന്ത്രിയെയും കണ്ടതാണ്. പിന്നെ അതെങ്ങനെ പോയി എന്നറിയില്ല, പിന്നെ അത് ആവിയായിപ്പോയി. അപ്പോൾ പ്രശ്നം അത് കേന്ദ്ര ഗവൺമെൻറ് താല്പര്യം ഉണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഡിസൈൻ മാറ്റാൻ തയ്യാറല്ല, അവർ മാറ്റില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഹൈവേ വരട്ടെ എന്ന നിലപാട് സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്തുവോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇതിനെതിരെ പറയുന്ന ആളുകളുടെ ഒന്നും ശബ്ദം എടുക്കണ്ട, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നൊക്കെ തള്ളിക്കളയാം എന്നാണോ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്തത്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഒരു സംശയവും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.